പോയി കൈ രണ്ടും സോപ്പിട്ട് കഴുകി വാ, എന്നിട്ട് അതെടുത്ത് കഴിച്ചാൽ മതി. ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലേ കൈകൾ രണ്ടും കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാനെന്ന്? ഓക്കേ, ഞാൻ കൈ കഴുകിയിട്ട് വരാം. മതി കൈ കഴുകിയത്. അമ്മ ചോദിച്ചാൽ കൈ കഴുകിയതായി പറയാം. ഇത്ര പെട്ടെന്ന് കൈ കഴുകി കഴിഞ്ഞോ? നോക്കട്ടെ, കൈ കാണിക്ക്. ഇങ്ങനെയാണോ കൈ കഴുകുക? വാ, അമ്മ കാണിച്ചു തരാം. നോക്കൂ, ആദ്യം നമ്മൾ കൈകൾ രണ്ടും നന്നായി നനയ്ക്കുക. എന്നിട്ട് സോപ്പ് ഉപയോഗിച്ച് ഉള്ളം കൈകൾ രണ്ടും നന്നായി കഴുകുക. അതിനുശേഷം നിങ്ങളുടെ കൈകളുടെ പിൻഭാഗം നന്നായി കഴുകുക. ആദ്യം വലത് കൈ, പിന്നെ ഇടത് കൈ. എന്നിട്ട് നിങ്ങളുടെ വിരലുകൾ ഇന്റർലോക്ക് ചെയ്ത് കൈകൾ നന്നായി കഴുകുക. അതിനുശേഷം നിങ്ങളുടെ 2 തള്ളവിരലുകളും നന്നായി കഴുകുക. പിന്നെ നിങ്ങളുടെ 2 വിരലുകളുടെയും അഗ്രം കഴുകുക. ഇതുവഴി നമ്മുടെ വിരലിലെ അഴുക്ക് പൂർണ്ണമായും വൃത്തിയാക്കാൻ കഴിയും. ഇനി ചെയ്യേണ്ടത് ഇടത് കൈ കൊണ്ട് വലത് കൈത്തണ്ട കഴുകുക. അതിനുശേഷം വലത് കൈ കൊണ്ട് ഇടത് കൈത്തണ്ടയും കഴുകുക. ഇനി നിങ്ങളുടെ കൈകളിലുള്ള സോപ്പ് വെള്ളം കൊണ്ട് പൂർണ്ണമായും കഴുകി കളയുക. അതിനുശേഷം വൃത്തിയുള്ള തൂവാല കൊണ്ട് കൈകൾ തുടയ്ക്കുക. ഇനി കൈകൾ കഴുകുമ്പോൾ ഇതുപോലെ 20 സെക്കൻഡ് കഴുകിയാലേ കൈകളിലെ അണുക്കൾ പൂർണ്ണമായും നശിക്കുകയുള്ളൂ. ഇനി മുതൽ ഇങ്ങനെ വേണം കൈ കഴുകാൻ. മനസ്സിലായോ? കൈ കഴുകാതെ ഭക്ഷണം തൊടരുത്, കഴിക്കരുത്. ശരി അമ്മേ. പോയി കൈ കഴുകുക. നല്ലോണം സോപ്പിട്ട് കഴുകണം. ഇന്നലെ അമ്മ കാണിച്ചു തന്നില്ലേ, അതുപോലെ. അപ്പോഴേക്കും അമ്മ ഭക്ഷണം എടുത്തു വെക്കാം. അമ്മ അറിയാനൊന്നും പോകുന്നില്ല. മതി കൈ കഴുകിയത്. അമ്മ ചോദിച്ചാൽ കൈ കഴുകിയെന്ന് പറയാം. അമ്മേ, ഗുഡ് നൈറ്റ്. അയ്യോ, എനിക്ക് വയറുവേദനിക്കുന്നു അമ്മേ, ഓടി വായോ. എന്തു പറ്റി ജോമി? എന്തിനാ കരയുന്നത്? എനിക്ക് വയറുവേദന എടുക്കുന്നു മമ്മി. സാരമില്ല, നമുക്ക് ഡോക്ടറെ കാണിക്കാം. കരയണ്ട കേട്ടോ. ജോമി, നീ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകാറില്ലേ? അത് പിന്നെ കൈ കഴുകിയില്ലെങ്കിൽ ഇതുപോലെ വയറുവേദന വരും. പിന്നെ സൂചി വെക്കും, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. വേണോ? അയ്യോ വേണ്ട ഡോക്ടർ, ഞാൻ ഇനി മുതൽ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കില്ല. ഗുഡ് ഗേൾ, ഞാൻ കുറച്ച് മരുന്ന് തരാം. അത് സമയത്തിന് കഴിക്കണം. എല്ലാം ശരിയാവും. നാളെ മുതൽ സ്കൂളിൽ പോകാം. പക്ഷെ ഒരു കാര്യം നിർബന്ധമായി ശ്രദ്ധിക്കണം. കൈകൾ എപ്പോഴും സോപ്പിട്ട് വൃത്തിയായി സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ. എന്നാലേ അസുഖം വരാതെ നോക്കാൻ പറ്റൂ. തീർച്ചയായും ഡോക്ടർ. അല്ല, ആരിത്? ജോമിയോ? വാ വാ, കയറിയിരിക്കും. ഉണ്ടല്ലോ. അലക്സേ, മോനെ അലക്സേ, ഇതാരാ വന്നേന്ന് നോക്കിയേ. വേണ്ട അങ്കിൾ, അവനെ വിളിക്കണ്ട. സത്യത്തിൽ ഞാൻ അവനെ കാണാനല്ല വന്നത്, അങ്കിളിനെ കാണാനാണ്. ആണോ? എന്നാ വാ, വന്ന കാലിരിങ്ങനെ പുറത്തു നിൽക്കാതെ മോൾ അകത്തേക്ക് കയറിയിരിക്കും. എന്താ മോളെ പ്രശ്നം? മുത്തശ്ശൻ അറിയില്ലേ അലക്സിന്റെ വയലിൻ വായനയെ കുറിച്ച്? ഓ, അവൻ വയലിൻ വായനയിൽ മിടുക്കനാണല്ലോ. എന്തു പറ്റി? സ്കൂളിലെ ഇത്തവണത്തെ വയലിൻ കോമ്പറ്റീഷനിൽ അവൻ പങ്കെടുക്കുന്നില്ല പോലും. അതെന്തു പറ്റി? അറിയില്ല അങ്കിൾ. അങ്കിൾ ഒന്ന് അവനോട് സംസാരിക്കണം. അവൻ പങ്കെടുത്താൽ അവന് ഫസ്റ്റ് ഉറപ്പാണ്. വാ, നമുക്ക് ഇപ്പോൾ തന്നെ അവനോട് സംസാരിക്കാം.
അലക്സൂട്ടാ, ഇവൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നീ ഇത്തവണ വയലിൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നില്ലേ? എനിക്കതിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല മുത്തശ്ശ. നീ ഇതിനു വേണ്ടിയല്ലേടാ ഒരു മാസം മുടങ്ങാതെ വയലിൻ പ്രാക്ടീസ് ഒക്കെ ചെയ്തത്. നന്നായി വായിക്കുന്നുമുണ്ടായിരുന്നല്ലോ. പിന്നെന്ത് പറ്റി? നിന്നേക്കാൾ നന്നായി വായിക്കുന്ന വേറെ ആരും തന്നെ കൂടിയില്ല എന്നാണ് ജോമിയ പറഞ്ഞത്. അതെ അലക്സ്, നീ എന്തായാലും പങ്കെടുക്കണം. നിനക്ക് ഫസ്റ്റ് ഉറപ്പാണ്. എന്നാലൊന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? താങ്ക് യു അലക്സ്. രാവിലെ തന്നെ വെറും വയറ്റിൽ പുഴു അടിക്കാതെ ടോമി. പുഴു അടിച്ചതല്ല, വേണേലും മുന്തിരിക്കുട്ടനോട് ചോദിച്ചു നോക്ക്. സത്യമാണ്, ഇവനാണ് അറിയാതെ കാൽവഴുതി കുളത്തിൽ വീണ എന്നെ ഒരു കയറിൽ കരക്കി പിടിച്ച് കയറ്റിയത്. നുണ, രണ്ടാളും കണക്കാ. ചക്കിക്കൊത്ത ചങ്കരന്മാർ. ഒരു ബക്കറ്റ് വെള്ളം മര്യാദയ്ക്ക് പൊക്കാൻ പറ്റാത്ത ടോമിയാണ് മുന്തിരിക്കുട്ടനെ ഒറ്റയ്ക്ക് കയറി വലിച്ച് കരക്കി കയറ്റിയെന്ന് പറയുന്നത്. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മക്കളെ. നിങ്ങൾ എന്താണ് ടോമി പറയുന്നത് വിശ്വസിക്കാത്തത്? മുങ്ങിത്താന്നു പോയ തന്റെ കൂട്ടുകാരനെ രക്ഷിച്ച ടോമിയെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? അങ്കിളും ഇവരുടെ നുണക്കഥ വിശ്വസിച്ചോ? അവർ പറഞ്ഞത് എവിടെയാണെന്നൂടാ. ടോമിക്ക് എങ്ങനെയാണ് മുന്തിരിക്കുട്ടനെ രക്ഷിക്കാനുള്ള ശക്തി കിട്ടിയത് എന്നല്ലേ നിങ്ങളുടെ സംശയം? ആ സമയം നിങ്ങൾ ആരെങ്കിലും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല. ടോമിക്ക് സഹായത്തിനായി ആരെയെങ്കിലും കിട്ടിയിരുന്നോ? ഞാൻ നോക്കിയിരുന്നു, പക്ഷെ ആരെയും കണ്ടില്ല. യെസ്, അതുകൊണ്ട് തന്നെ അവന് മാത്രമേ മുന്തിരിക്കുട്ടനെ രക്ഷിക്കാൻ കഴിയൂ എന്നൊരു ബോധം അവന് വന്നു. അവൻ അത് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു അവനിൽ തന്നെ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവന് മുന്തിരിക്കുട്ടനെ ഒറ്റയ്ക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. നമ്മൾ നമ്മളെയാണ് എന്ത് കാര്യത്തിലും ആദ്യം വിശ്വസിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് ടോമി നമ്മെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. സോറി ടോമി, ഞങ്ങൾ നിന്നെ മനസ്സിലാക്കിയില്ല. നീയൊരു ഹീറോ തന്നെ. യെസ്, സൂപ്പർ ഹീറോ ടോമി. ഹായ് ചിൽഡ്രൻ, ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ നമ്മുടെ ആനുവൽ സെലിബ്രേഷന്. എല്ലാവരും അവരവരുടെ പരിപാടി മികച്ചതാക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ റിഹേഴ്സലിനുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും പോയി നന്നായി പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു ടീച്ചർ. ഇങ്ങനെയാണോ വയലിൻ വായിക്കുക? കേൾക്കാൻ ഒരു രസവുമില്ല. ഇതിനേക്കാൾ നന്നായി ഞാൻ വായിക്കും. ഇങ്ങനെയാണോ നീ പാടാൻ പോകുന്നത്? ഒരു താളവുമില്ലല്ലോ. സംഗതി തീരെ പോരാ. ഒരു ഭംഗിയുമില്ല നിന്റെ ചിത്രം കാണാൻ. ഇതിലും നന്നായി ഞാൻ വരയ്ക്കും. എന്ത് പറ്റി ജോമി, നീ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? എന്റെ പാട്ട് കേൾക്കാൻ ഒരു രസവുമില്ലടാ. ഞാൻ പങ്കെടുത്താൽ എനിക്ക് സമ്മാനമൊന്നും കിട്ടാനും പോകുന്നില്ല. അതെന്താ ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നേ? ടോമി പറഞ്ഞു എന്റെ പാട്ട് കേൾക്കാൻ ഒരു താളവുമില്ല എന്ന്. ഓ, അതാണോ കാര്യം? അതവൻ എന്നോടും പറഞ്ഞിട്ടുണ്ട്. എന്റെ വയലിൻ വായന കേൾക്കാൻ
ഒരു രസവുമില്ല, ഇതിലും നന്നായി അവൻ വായിക്കുമെന്നൊക്കെ ദേ ഇവനോടും പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ വരച്ച ചിത്രം കാണാൻ ഒരു ഭംഗിയുമില്ല, ഇതിലും നന്നായി അവൻ വരയ്ക്കുമെന്നൊക്കെ പറഞ്ഞു. കേട്ടില്ലേ? അത് നീ കാര്യമാക്കണ്ട. നമ്മുടെ കഴിവുകൾ 100% നീതി പുലർത്തിയാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. Judges, please note chess number 23. അടുത്തതായി പാട്ടാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട് ചെസ് നമ്പർ 1 ഓൺ സ്റ്റേജ്. അടുത്തതായി ഇന്ന് നടന്ന മത്സരങ്ങളുടെ സമ്മാനദാന ചടങ്ങാണ്. വയലിൻ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അലക്. അടുത്തതായി ഇന്ന് നടന്ന സോങ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ജോമിയ. അടുത്തതായി ഇന്ന് നടന്ന ചിത്രരചന കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മുന്തിരിക്കുട്ടൻ. അവന് സമ്മാനം കിട്ടിയോ? അപ്പോ എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് എല്ലാത്തിനും ബെസ്റ്റ് എന്ന്. അറിയല്ലേ ടോമി, പരിപാടികൾ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നാളെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. നീയും കൂടിക്കോ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഞങ്ങൾ പഠിപ്പിച്ചു തരാം നിന്നെ. എന്താ?